ഓൺലൈൻ ഡേറ്റിംഗ് ആപ്സ് എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളതാണ്. അതിലൂടെ ഞാൻ ഒരുപാട് കേസസ് കാണുന്നുണ്ട്, നന്നായിട്ട് ജീവിക്കുന്നുള്ളത്. പക്ഷെ കുറേ അധികം കല്യാണം കഴിഞ്ഞിട്ട് ആള് ഫ്രോഡായിരുന്നു എന്ന് പറഞ്ഞിട്ട് റീസെന്റ് ഒക്കെ ഒരു കേസ് അറിഞ്ഞിരുന്നു. ഇൻസ്റ്റഗ്രാം പെട്ടെന്ന് വൈറലായ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എത്രത്തോളം ഈ ഡേറ്റിംഗ് ആപ്സ് നല്ലതാണ്? വെറുതെ യൂസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ഒരു മെജോറിറ്റി ആൾക്കാർ ഇതിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. നമുക്ക് ഒന്നിൻ്റെയും സത്യം പറഞ്ഞാൽ പകുതി വിവരമേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഇപ്പോൾ കുട്ടികളാണെങ്കിലും അവർ പെൺകുട്ടികളടുത്ത് ഈ നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോൾ ഒക്കെ ഞാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയാണ്ട് അവരെപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ആണുങ്ങൾക്കില്ലാത്ത എന്ത് കന്യകാത്വം എന്ത് പാതിവൃത്തിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ പിന്നെ അവരെ നമ്മൾ മോറൽ സെൻസ് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് പറയാം, നമ്മളൊരു സ്ട്രേഞ്ചറുമായിട്ട് ആപ്പിലൂടെ പരിചയപ്പെടുന്നു, അടുത്ത ദിവസം നമ്മൾ സെക്സ് നോട്ട് കിടക്കുന്നു. പിന്നെ അപ്പം ഗൈനക്കോളജിസ്റ്റുകളുടെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യേണ്ടത് മസ്റ്റാണെന്ന് ഇവിടെ ഞാൻ പറയും. കാരണം ആളാരാന്നറിയാത്ത പ്രഗ്നൻസി ഉണ്ട്. എത്ര ഈ റീസെൻ്റ്ലി ഒക്കെ എടുത്ത് നോക്കിയാൽ എത്ര കുഞ്ഞുങ്ങളെ കൊന്ന് മേളിൽ നിന്ന് വലിച്ചെറിയുന്നു, അവിടെ ഇടുന്നു. കാരണം ഇവർക്കൊന്നും തന്നെ ഒരു ഡ്രഗ്സും ഇതൊക്കെ കണക്റ്റഡ് ആണ്. അത് വേറൊരു വിഷയമാണ്, നമുക്കതിലോട്ട് കണക്കണ്ട. അപ്പം ഇവർക്ക് തന്നെ അറിയില്ല ആരാണ് എന്നത്. അപ്പം അവർക്ക് ആകെ പറ്റുന്നൊരു കാര്യം ഈ പ്രിക്വേഷൻ എടുക്കാനും അവർക്ക് ബോധം വേണ്ടേ. ആ സമയത്ത് ഒരു കാമുകിയും കാമുകനും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ പിന്നെയും ഒരു പ്രിക്വേഷനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കൂ. ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കാണുന്നു നാളെ ഇങ്ങനെ പോകുന്നു. അവയറല്ല ഈ ഇങ്ങനെ ഒരു പിന്നെ നമ്മളിപ്പം ഈ ഇതിലൂടെ വരുന്ന അസുഖങ്ങളെ കുറിച്ച് അവർ അവയറല്ല. ഇപ്പം അബോഷൻ അത് എന്തെങ്കിലും വന്ന് അബോട്ട് ചെയ്താൽ പോരെ നിൽക്കും. പക്ഷെ നിരന്തരമായിട്ടുള്ള ഒരു അബോഷൻ, ചെറിയ കുട്ടികൾ അബോഷൻ നിരന്തരമാകുമ്പോൾ അവർക്ക് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിഞ്ഞു. അപ്പം നമ്മളിതൊക്കെ ഓപ്പണായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോഴേ ആദ്യം മുഖം ചുളിക്കുന്നത് പാരൻസും ടീച്ചേഴ്സും ഒക്കെ തന്നെ. അവർക്കിപ്പോഴും അവരുടെ വിചാരം ഇതിനെക്കുറിച്ച് സെക്സിനെ കുറിച്ചിട്ട് വേറെ രീതിയിലല്ല, അതിന്റെ പ്രോസസ്സ് അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് നമുക്കിതിൽ വരുന്ന സേഫ് ആയിട്ടുള്ള റിലേഷൻ, എന്താ ഹെൽത്തി റിലേഷൻ, എന്താ അറിഞ്ഞാലല്ലേ കുട്ടികൾക്ക് ബൗണ്ടറി ഇടാൻ പറ്റത്തുള്ളൂ. അതെന്തിനാ സ്റ്റിഗ്മ ഇപ്പോഴും. പിന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് പോകുന്നവരുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടാത്തൊരു ഇഷ്യൂ ആണ്, പക്ഷേ മേജർ ഒരു ഇഷ്യൂ ആണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അത് ഇപ്പം ഒരു ജില്ല അല്ല, ഞങ്ങൾ 25-26 വർഷമാവുന്ന ഞാൻ ഈ ഫീൽഡിൽ കേരളം മൊത്തത്തിലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അവനവൻ ബോധവൽക്കരണം നമ്മുടെ കുട്ടിക്ക് കൊടുക്കാന്നല്ലാണ്ട് പുറത്തുനിന്ന് നമുക്ക് ഒരാളെയും സഹായിക്കാൻ പറ്റത്തില്ല.